ഇന്ന് ഈ സാക്ഷ്യ ശുശ്രൂഷ നിർവഹിക്കുന്നത് വയനാട്ടിൽ നിന്നും വരുന്ന ബ്രദർ സെൻട്രോയാണ്. അദ്ദേഹം കഴിഞ്ഞ 22 വർഷങ്ങളായി ആത്മീയ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കൂടുതലായിട്ടും വയനാട്ടിലും മാനന്തവാടിയിലുള്ള വോയിസ് ടൗണിലാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. അതോടൊപ്പം തന്നെ കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള വിവിധ ധ്യാന ശുശ്രൂഷകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമുക്ക് സഹോദരന്റെ സാക്ഷ്യം, ജീവിത സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു: അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു. ശരിയായിരുന്നു സഹോദരങ്ങളെ. എൻ്റെ ജന്മം തന്നെ കഷ്ടപ്പാടിലേക്കും വേദനയിലേക്കും ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതയുടെയും തീരാ കയങ്ങളിലേക്കും ആയിരുന്നു. ജനിച്ച് 2.5 മാസം പ്രായമായപ്പോൾ തന്നെ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഫലമായി എൻ്റെ 2 കാലുകളും നിശേഷം തളർന്നു പോവുകയായിരുന്നു. അന്നു മുതൽ ആരംഭിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തകർച്ചയുടെയും ദിനങ്ങൾ. നഷ്ടപ്പെട്ടു പോയ കാലുകൾക്ക് വേണ്ടി എത്രയോ ഇടങ്ങളിലേക്ക് ഓടി ഓടി കടന്നു ചെന്നു. എത്രയോ വേദനിപ്പിക്കുന്ന ചികിത്സാ രീതികളിലൂടെ കടന്നുപോയി. എത്രയോ തകർച്ചയുടെ കണ്ണീരിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി. എങ്കിലും എനിക്ക് സൗഖ്യമൊന്നും ലഭിച്ചില്ലായിരുന്നു. ഈ കാലുകൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾ പല ചികിത്സാലയങ്ങളിൽ നിന്നും മാറി മാറി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാതാപിതാക്കളും ദൈവവും ചേർന്ന് ഓരോ തുള്ളി കണ്ണുനീരും അടക്കി പിടിക്കുവാനായിട്ട്, ഓരോ നിലവിളിയുടെ ശബ്ദവും ഹൃദയത്തിൽ അടക്കി പിടിക്കുവാനായിട്ട് ആ ചെറുപ്രായ കാലഘട്ടം മുതലേ എന്നെ പഠിപ്പിക്കുമായിരുന്നു. കുറേ ചികിത്സകൾ മാറി മാറി ചെയ്തു നോക്കി. ഒത്തിരി ചികിത്സകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയ 2 കാലുകൾക്ക് പകരം 1.5 കാല് എനിക്ക് തിരികെ ലഭിച്ചു. ബാക്കിയുള്ള അരക്കാലിന് വേണ്ടി അന്നു മുതൽ ഇന്ന് വരെ ഈ ജീവിതത്തിൽ നെട്ടോട്ടം ഓടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. എത്രയോ ഇടങ്ങളിലേക്ക് ഈ കാടൊന്ന് സുഖം പ്രാപിക്കും എന്ന് കരുതി ഞാൻ കടന്നു ചെന്നു. പക്ഷെ എവിടെയും എന്നെ സുഖപ്പെടുത്തുവാൻ ആരും ഉണ്ടായിരുന്നില്ല. വേദനയുടെ അനുഭവങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ബാക്കിയായത്. എപ്പോഴും വ്യായാമ മുറകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും മാത്രമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത്, ഏകദേശം 3.5 വയസ്സോളം പ്രായമുള്ളപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്വാമിജി അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയിലൂടെ കാലുകൾ തളർന്ന രോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. എൻ്റെ മാതാപിതാക്കളും ഞാനും ചേർന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ സ്വാമിജി ആകട്ടെ ഒരു മഹാദേഷ്യക്കാരനാണ്. ഏതെങ്കിലും ഒരു കൊച്ചുകുഞ്ഞ് വേദന കൊണ്ട് ഒന്ന് പിടഞ്ഞാൽ, ഒന്ന് കരഞ്ഞാൽ മറ്റൊരു രോഗിയെപ്പോലും ചികിത്സിക്കാതെ കടന്നു കളയുന്ന അത്രത്തോളം മുൻകോപമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ സ്വാമിജി. അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെയുള്ള ശരീരത്തിൻ്റെ പല മേഖലകളിലും സൂചികളിങ്ങനെ നിരയായി കുത്തിവെച്ചുകൊണ്ട് കട്ടുകഴയ്ക്കുന്ന വേദനയുടെ അനുഭവവുമായി മണിക്കൂറുകളോളം കിടക്കേണ്ടിയിരുന്ന ഒരു അനുഭവമായിരുന്നു. 3.5 വയസ്സ് പ്രായമുള്ള ആ കാലഘട്ടത്തിൽ പലപ്പോഴും ചികിത്സാലയത്തിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്നേച്ച് എൻ്റെ താടിമേൽ കൈ പിടിച്ചേച്ച് അമ്മച്ചി എന്നോട് പറയും, മോനെ നീ കരയരുത്, നീ കരയരുത്. ഞാൻ കരഞ്ഞിരുന്നില്ല സഹോദരങ്ങളെ. കാരണം മറ്റൊന്നുമല്ല, ഓരോ സൂചികളിങ്ങനെ കുത്തി ഇറങ്ങുമ്പോൾ ആ വേദനകൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ആർത്തു കയറുമ്പോൾ ഞാൻ കരയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ കരഞ്ഞാൽ ഒരുപക്ഷെ ആ ദേഷ്യക്കാരനായ സ്വാമിജി എന്നെപ്പോലെ രോഗികളായ മറ്റൊരു വ്യക്തിയെപ്പോലും ചികിത്സിക്കാതെ കടന്നു കളഞ്ഞേക്കാം. ഞാൻ കരഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ അമ്മച്ചിക്ക് വേദനിച്ചേക്കാം. ഞാൻ കരഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ അപ്പച്ചൻ്റെ ഹൃദയം തകർന്നേക്കാം. ഇതെല്ലാം ഓർത്ത് 3.5 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിൽ തന്നെ ഓരോ വേദനകളും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അടക്കി പിടിക്കാനായിട്ട് ഞാൻ അങ്ങനെ അഭ്യസിക്കുകയായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി കിടത്തുമ്പോൾ
ഈ സൂചി ഇങ്ങനെ കുത്തിയിറക്കാൻ വേണ്ടി കിടത്തുമ്പോൾ മലത്തിയാണ് കിടത്തുന്നതെങ്കിൽ നീ കിടക്കയുടെ ഇരുവശങ്ങളിലും മുറുക്ക പിടിച്ചാൽ മതി, ശബ്ദം പുറത്തേക്ക് വരരുതെന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. പല്ലുകൾ ഇങ്ങനെ കടിച്ചു പിടിച്ചാൽ മതി, ശബ്ദം പുറത്തേക്ക് വരരുത് എന്ന് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അമ്മച്ചി പറഞ്ഞു തന്ന ഈ ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കിടക്കയുടെ ഇരുവശങ്ങളിലും കൈ കൊണ്ടിങ്ങനെ മുറുക്ക പിടിച്ച് പല്ലുകൾ ഇങ്ങനെ കടിച്ചു പിടിച്ച് വിറയ്ക്കുന്ന ശരീരവുമായി ഓരോ സൂചിമുനകൾ കുത്തിയിറങ്ങുമ്പോഴും ശരീരമൊന്നും പിടയ്ക്കാതെ, ഒന്നും ഞെട്ടാതെ, ഒന്നും കരയാതെ എല്ലാം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പിടിച്ചു വെക്കേണ്ടി വന്ന ഒരു ബാല്യ ശൈശവ കാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഈ ഇഞ്ചക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 3.5 വയസ്സായ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇഞ്ചക്ഷൻ റൂമിലേക്ക് വിടണം. മാതാപിതാക്കളോ ആരും കൂടെ ചെല്ലാൻ പാടുകയില്ല. അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ ഇഞ്ചക്ഷൻ റൂമിന് തൊട്ട് മുമ്പിൽ ഒരു ഇടനാഴിയുണ്ട്. ഇടനാഴിയുടെ അപ്പുറത്ത് ഒരു ഹാളുണ്ട്. ആ ഹാള് വരെ മാത്രമേ മാതാപിതാക്കൾക്ക് പ്രവേശനമുള്ളൂ. എൻ്റെ അമ്മച്ചി എന്നെയും എടുത്തുകൊണ്ട് ആ ഇടനാഴിയുടെ അറ്റത്തേക്ക് കടന്നു വരും. ഇടനാഴി എത്തുമ്പോൾ അമ്മച്ചി എന്നെ അവിടെ ഇറക്കി വിടും. അവിടെ ഇറക്കി വിട്ടേച്ച് അമ്മച്ചി എന്നോട് പറയും, മോനെ നീ പൊയ്ക്കോ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാകത്തുള്ളൂ. അമ്മച്ചി യൂദാസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയും. അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ അതിശക്തമായ വേദനയുള്ള ഒരു ഇഞ്ചക്ഷനാണ് എനിക്ക് എടുത്തിരുന്നത്. അത് കാലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരമൊക്കെ ഒരു കാലങ്ങോട്ട് തളർന്നു പോകുന്ന പോലുള്ള എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കയറി വരുമായിരുന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ 3.5 വയസ്സുള്ള എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോൾ, അവിടെ ഇറക്കി നിർത്തുമ്പം അപ്പത്തൊട്ട് എൻ്റെ ഹൃദയം കിടന്നിങ്ങനെ ഉടുക്ക് കൊട്ടുന്ന പോലെ അങ്ങനെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇടിക്കാൻ തുടങ്ങുമ്പം ഞാൻ എൻ്റെ അമ്മച്ചിയെ തിരിഞ്ഞു നോക്കും. അമ്മച്ചി പറയും, പൊയ്ക്കോ, ഒന്നും ഉണ്ടാകുകയില്ല, അമ്മച്ചി പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയും. ഇടിക്കുന്ന ഹൃദയവുമായി പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ഞാൻ ആ ഇഞ്ചക്ഷൻ റൂമിൻ്റെ അരികിലെത്തി വാതിലെ മുട്ടുമ്പം ഏതെങ്കിലും ഒരു നേഴ്സ് കടന്നു വന്ന് എന്നെ എടുത്തുകൊണ്ട് പോകും. അവിടെ കൊണ്ടുപോയി എന്നെ കമത്തി കിടത്തും. അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്, കമത്തിയാണ് നിന്നെ കിടത്തുന്നതെങ്കിൽ ശബ്ദമുണ്ടാകാതിരിക്കാൻ വേണ്ടി തലയിണയിന്മേൽ നീ കടിച്ചു പിടിച്ചാൽ മതി എന്ന് അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അങ്ങനെ കമന്ന് കിടന്ന് തലയിണയിന്മേൽ കടിച്ചു പിടിച്ചേച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് പിടഞ്ഞിരുന്ന ഒരു ബാല്യകാലഘട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിരുന്നത്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഇഞ്ചക്ഷൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാല് തളർന്നു പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് എനിക്ക് നിലത്ത് കാല് കുത്താൻ പറ്റുകയില്ല. ഒരു കാല്, ഇടത്തെ കാല് നിലത്ത് കുത്താൻ പറ്റാത്തത് കൊണ്ട് അതിനുശേഷം ഞാൻ ഒരു കാലിൽ ചാടി ചാടി ഞൊണ്ടി ഞൊണ്ടിയാണ് ഞാൻ പുറത്തേക്ക് വരിക. അങ്ങനെ ആ വാതിൽ തുറക്കുമ്പോൾ ഇടനാഴിയുടെ അങ്ങേ അറ്റത്ത് എൻ്റെ അമ്മച്ചി നിൽക്കുന്നത് ഞാൻ കാണും. ഒരു കാലിലിങ്ങനെ ചാടി ചാടി ഞൊണ്ടി ഞൊണ്ടി ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ നടന്നു വരുമ്പോഴേക്കും അമ്മച്ചി അല്പം മുന്നോട്ട് ഓടി വരും. അമ്മച്ചിയെ അടുത്ത് കിട്ടിയാൽ അമ്മച്ചിയെ വട്ടം കെട്ടി പിടിച്ചേച്ച് എൻ്റെ അമ്മച്ചിയുടെ വയറ്റിലേക്ക് മുഖം അങ്ങോട്ട് അമർത്തി പിടിച്ചേച്ച് ഒരൊറ്റ കരച്ചിലാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരൊറ്റ കരച്ചിലാണ്. അമ്മച്ചി പറയും, സുഖമാകാനല്ലേ, എല്ലാവരും നടക്കുന്ന പോലെ കൊച്ചിന് നടക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് സഹിക്കാം, അമ്മച്ചി പ്രാർത്ഥിക്കാമെന്ന് പറയും. എല്ലാ വേദനകളും അങ്ങനെ സഹിച്ച് സഹിച്ച് ഈ കാലൊന്ന് സുഖപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ അറിയുന്നത്, ഈ സ്വാമിജിയെ കാണാനില്ല. ഇദ്ദേഹം ഒരു വഞ്ചകനായിരുന്നു. പണം തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു തെറ്റായ ഏർപ്പാടുകളായിരുന്നു. ശരിയായ രീതിയിലുള്ള ചികിത്സാവിധികൾ പോലും അല്ല അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിരുന്ന ചികിത്സാവിധികൾ. എന്നാൽ അത് കേട്ടറിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയ ഒരു 3.5 വയസ്സുകാരനുണ്ടായിരുന്നു. തൃശ്ശൂരുള്ള എൻ്റെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ തിരികെ ഒരു പുതിയ കാലമായി എല്ലാ കുഞ്ഞുമക്കളും ഓടി നടക്കുന്ന പോലെ ഓടി നടക്കാമെന്ന ചിന്താഗതിയോടുകൂടെ കടന്നു വന്ന ഒരു കൊച്ചിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, തിരിച്ചങ്ങോട്ട് ട്രെയിനിലുള്ള യാത്ര എനിക്ക് മറക്കാൻ പറ്റുകയില്ല. അമ്മച്ചിയുടെ മടിയിൽ തലയും വെച്ച് അമ്മച്ചിയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റുകയില്ല. നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് സീലിങ്ങിലുള്ള ഫാനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്
വേറെ എവിടെയും നോക്കാൻ പറ്റാതെ 6-7 മണിക്കൂർ കിടന്ന് തള്ളി നീക്കിയ ആ യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ അങ്ങനെ തിരികെ വന്നു. വീണ്ടും ഈ അരക്കാലിന് വേണ്ടിയുള്ള വ്യായാമ മുറകളും അതുപോലുള്ള ചികിത്സാ രീതികളും അങ്ങനെ ആരംഭിച്ചു നോക്കി. പല വൈദ്യന്മാരും എൻ്റെ ദേഹത്ത് വൈദ്യം പഠിച്ചു, പല കളരി ആശാന്മാരും എൻ്റെ ദേഹത്ത് കളരി പഠിച്ചു. പക്ഷേ എന്നെ സുഖപ്പെടുത്താനായി ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടം ഒരു ദിവസം കിടന്നുറങ്ങിയ എന്നെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വന്ന എൻ്റെ മാതാപിതാക്കൾ കണ്ടത് ഞാൻ ബോധം മറ്റ് കിടക്കുന്നതാണ്. അങ്ങനെ അവരെന്നെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു പ്രത്യേകതരം പനിയാണ്, അതുകൊണ്ട് ഒരു പക്ഷേ ഇവന് ബോധം തെളിയുമ്പോൾ ഇവന് ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു അവയവം കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അമ്മച്ചി എൻ്റെ തലക്കിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ പലത് കടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് മനസ്സിലായി ഇവൻ്റെ കണ്ണുകളാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ഇപ്പം വരാമെന്ന് പറഞ്ഞ് അമ്മച്ചി എങ്ങോട്ടോ ഓടിപ്പോയി ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചോണ്ട് വന്നു. പിന്നെ അങ്ങോട്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചെക്കപ്പുകളും ടെസ്റ്റുകളും പരിപാടികളുമായിരുന്നു. ഇതിൻ്റെ എല്ലാം അവസാനത്തിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ വിധി എഴുതി, ഇവൻ്റെ കണ്ണുകളിലേക്ക് രക്തമൊഴുക്കുന്ന ഞരമ്പുകൾ അത് പനിയുടെ ചൂടിൻ്റെ ആധിക്യത്തിൽ വാടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ ലെൻസ് കണ്ണ് മാറ്റിവെച്ചാൽ പോലും ഇവന് കാഴ്ച ലഭിക്കുകയില്ല. ഇവൻ ജീവിത കാലഘട്ടം മുഴുവൻ അന്ധനായിരിക്കും, ലൈഫ് ലോങ് ബ്ലൈൻഡ്. ഈ വിധി കേട്ടതോടുകൂടി എൻ്റെ അമ്മച്ചി അവിടെ ഇരുന്ന് കണ്ണീരോടെ കരയാൻ തുടങ്ങി. എൻ്റെ അടുക്കൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അമ്മച്ചി അവിടെ ഇരുന്ന് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ 17 കടന്നുപോയി. 17ാമത്തെ മണിക്കൂറായപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭത്തിന്റെ പേരിൽ എൻ്റെ അമ്മച്ചി നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. നെഞ്ചത്തടിച്ച് കരഞ്ഞേച്ച് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ യേശുവേ, കാലുകളില്ല, കണ്ണുകൾ കൂടിയില്ലാതെ ഇവനെങ്ങനെ ഇഴജീവിയെ പോലെ ജീവിക്കും? ഞങ്ങളെ ചതിക്കരുതേ കർത്താവേ എന്ന് പറഞ്ഞ്, ഈ കുഞ്ഞിനെ കാണണമേ കർത്താവേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മച്ചി ഇരു കരങ്ങളും ചങ്കത്തടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നിമിഷത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി അത്ഭുതം പ്രവർത്തിക്കുവാനായി കടന്നു വരികയായിരുന്നു. എൻ്റെ കണ്ണുകളിലേക്ക് കർത്താവ് പ്രകാശം അയച്ചു തന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുകളിൽ കറങ്ങുന്ന ഫാൻ കണ്ടു, ആപ്പിൾ കണ്ടു, കത്തി കണ്ടു. എൻ്റെ അമ്മച്ചിയുടെ മുഖം ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കർത്താവിനെ തൊടുവാൻ വേണ്ടി കടന്നു വരികയായിരുന്നു, അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ. പക്ഷേ അന്ന് കാലഘട്ടത്തിൽ ഇതൊന്നും മനസ്സിലാക്കുവാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് അത്ഭുതമാണെന്ന് മനസ്സിലാക്കുവാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ നഷ്ടപ്പെട്ട കാലിന് പുറകെയുള്ള നെട്ടോട്ടമായിരുന്നു. ഒത്തിരി ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദ്യാലയത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെ വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടുമല്ലോ എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു. എന്നാൽ അവിടെ കടന്നു ചെന്നപ്പോൾ പലപ്പോഴും എന്നെ മണ്ണിലേക്ക് തള്ളിയിട്ട് മണ്ണ് പുരണ്ട മുഖവുമായി എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ചുറ്റും കൂടി നിന്ന് കൈകളിങ്ങനെ കൊട്ടിക്കൊണ്ട് ചട്ടുകാല, ഞൊണ്ടിക്കാല എന്ന് വിളിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളെയാണ് എനിക്ക് ലഭിച്ചത്. പരാതി പറയാനായി അധ്യാപികയുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ആവതില്ലെങ്കിൽ അടങ്ങിയിരുന്നാ പോരെ എന്ന് ചോദിക്കുന്ന സ്നേഹമുള്ള ഗുരുപൂതരെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് എവിടെയും പറയാൻ പറ്റുകയില്ല. എൻ്റെ മാതാപിതാക്കളോട് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. അത് അവരുടെ ഹൃദയം തകർത്ത് കളയും. ആരോടും പറയാൻ പറ്റാതെ വന്നപ്പോൾ ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചോട്ടിൽ പോയി നിന്ന് 5-6 വയസ്സ് പ്രായമുള്ള കാലഘട്ടങ്ങളിൽ കല്ലെടുത്ത് മാവേലിക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ അറിയാതെ അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട, ഈ പരിഹാസം കേട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുകയെന്ന് പറഞ്ഞ് എത്രയോ തവണകളിൽ അവിടെ നിന്ന് കണ്ണീരോടുകൂടെ ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വേദനയുടെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. എല്ലാ കുഞ്ഞുമക്കളും വിദ്യാലയം വിട്ട് വീട്ടിലേക്ക് വരുന്നത് കളിക്കുവാനുള്ള ആഗ്രഹത്തിനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇന്നും പലപ്പോഴും മറ്റു പല കുഞ്ഞുമക്കളും കളിക്കുന്നത് കാണുമ്പം അറിയാതെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എവിടെന്നോ ഒരു വേദന കടന്നു വരാറുണ്ട്. എനിക്ക് കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ കാത്ത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്
ഈ വ്യായാമ മുറകൾ അഭ്യസിപ്പിക്കുന്ന ഒരു സഹോദരി അവിടെ ഇരിപ്പുണ്ടാകും. പിന്നെ അങ്ങോട്ട് വേദനിപ്പിക്കുന്ന വ്യായാമ മുറകളാണ്. എൻ്റെ വളഞ്ഞിരിക്കുന്ന കാല് വലിച്ചു നിവർത്തുന്ന, വലിഞ്ഞു മുറുകുന്ന ഞരമ്പിന്റെ വേദനകളാണ്. ശരീരം മുഴുവൻ വിറയ്ക്കുന്ന വേദനകളാണ്. അതിനുശേഷം അത്തരത്തിലുള്ള വ്യായാമ മുറകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ കാല് ട്രാക്ഷനിൽ ഇടും. ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരമേറിയ മണൽക്കിഴി കാലിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് വളഞ്ഞിരിക്കുന്ന കാല് നിവർത്താനുള്ള പരിശ്രമമാണ്. വലിഞ്ഞു മുറുകുന്ന വേദനയുമായി അവിടെ കിടക്കുമ്പോഴും ഞാൻ കരഞ്ഞിരുന്നില്ല. പക്ഷേ പലപ്പോഴും പുറത്ത് എൻ്റെ കളിക്കൂട്ടുകാരുടെ കളിയുടെ ആരവം കേട്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അറിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഏകദേശം രാത്രി 8 മണിയോട് കൂടി ശരീരം മുഴുവൻ എണ്ണയെല്ലാം തേച്ചൊരു കുളിയുണ്ട്. അതെല്ലാം കഴിയുമ്പം പിന്നെ ഒരു കൊട്ടയ്ക്ക് ഹോംവർക്ക് ഉണ്ടാകും. ഇതെല്ലാം ചെയ്തു തീർത്തേച്ച് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോവുക. ഇതായിരുന്നു എൻ്റെ ജീവിതചര്യ. വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലാണ് ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ അഭിപ്രായപ്രകാരം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇവൻ്റെ വളഞ്ഞിരിക്കുന്ന കാല് 3 മാസക്കാലം ട്രാക്ഷനിൽ ഇടുകയാണെങ്കിൽ ഇവൻ്റെ കാല് സുഖപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 3 മാസക്കാലം എൻ്റെ വളഞ്ഞിരിക്കുന്ന കാല് ഭാരമേറിയ മണൽക്കിഴി കാലിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് രാവും പകലും പ്രാഥമിക ആവശ്യങ്ങൾ പോലും കിടക്കേ നടത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തള്ളി നീക്കി. രാത്രി കാലഘട്ടങ്ങളിൽ വീടിൻ്റെ സീലിംഗിലേക്ക് നോക്കിക്കൊണ്ട്, മേൽക്കൂരയിലേക്ക് നോക്കിക്കൊണ്ടൊരു കിടപ്പുണ്ട്. ഉറക്കം വരാതെ വലിഞ്ഞു മുറുകുന്ന കാലിൻ്റെ വേദനയുമായി ഒരു പ്രത്യേക കിടപ്പാണത്. ആരും അടുത്തില്ലാത്ത അവസ്ഥ, എല്ലാവരും അടുത്തുണ്ടെങ്കിൽ പോലും ആരെയും വിളിക്കാൻ പറ്റാത്ത അവസ്ഥ. അതൊരു വല്ലാത്ത കിടപ്പായിരുന്നു. അങ്ങനെയെങ്കിലും ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എന്തെല്ലാം സഹിച്ചാലും നിങ്ങളൊക്കെ നടക്കുന്ന പോലെ എനിക്കും ഒരിക്കലെങ്കിലും ഒന്ന് നടക്കാമല്ലോ എന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 3 മാസം തള്ളി നീക്കി. അങ്ങനെ ട്രാക്ഷനിൽ നിന്ന് കാലെടുത്തു. അല്പനേരം കഴിഞ്ഞില്ല, ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, എൻ്റെ കാല് പഴയതുപോലെ തന്നെയായി. അപ്പോൾ ഡോക്ടർ അഭിപ്രായപ്പെട്ടു, വീണ്ടും ഒരു 3 മാസക്കാലം കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വെക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഭാരമേറിയ വളഞ്ഞിരിക്കുന്ന ആ കാല് അത് വലിച്ച് നിവർത്തി വെച്ചേച്ച് നിവർന്നിരിക്കുന്ന പൊസിഷനിൽ പ്ലാസ്റ്റർ ഇട്ട് വെക്കണം. അങ്ങനെ നിവർന്നിരിക്കുന്ന പൊസിഷനിൽ വലിച്ച് നിവർത്തി വെച്ചേച്ച് കാല് പ്ലാസ്റ്റർ ഇട്ട് വെച്ചു. അതിശക്തമായ വേദനയാണ്. അശാസ്ത്രീയമായ രീതികളായിരുന്നു എന്നിൽ പരീക്ഷിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും തള്ളി നീക്കി. 3 മാസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ പ്ലാസ്റ്റർ വെട്ടി. ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, എൻ്റെ കാല് പഴയതുപോലെ തന്നെയായി. ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യ കാലഘട്ടങ്ങളെല്ലാം തന്നെ. ഈ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ വേദനയിൽ നിന്ന് വേദനയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു രോഗം കൂടെ വിരുന്നുകാരനെ പോലെ കടന്നു കയറി വന്നത്. മറ്റൊന്നുമല്ല, അപസ്മാരം. ഞാനങ്ങനെ അപസ്മാര രോഗിയായി തീർന്നു. പലയിടങ്ങളിലും തലകറങ്ങി വീഴാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പലപ്പോഴും ബോധം തെളിയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു തുണി പോലും ഉണ്ടാവുകയില്ല. കാരണം ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അറിയത്തില്ല, എല്ലാവരും അതൊക്കെ എടുത്ത് നീക്കിയിട്ടുണ്ടാകും. ബോധം തെളിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ മുമ്പിൽ അങ്ങനെ എനിക്ക് നാണമില്ലാത്തവനെ പോലെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് വസ്ത്രം വേണമെന്ന് പറയാനായിട്ട് ആലോചിക്കുമ്പോൾ ഈ വസ്ത്രത്തിന് എന്ത് പേര് പറയുമെന്ന് ഓർമ്മയിലേക്ക് വരാതെ സകലരുടെയും മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് രഹസ്യഭാഗങ്ങൾ കൈകൊണ്ട് മറച്ചു പിടിച്ച് തലയും താഴ്ത്തി കിടക്കേണ്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും കർത്താവായ മിശിഹായുടെ പീഡാസഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വേദന അവൻ്റെ ആണിപ്പഴുതുകളിലല്ല, എൻ്റെ വേദന അവൻ്റെ കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തിലുമല്ല. അവനെ അങ്ങനെ പച്ചയ്ക്ക് കിടത്തേക്കുമായിരുന്നു. അവൻ്റെ അമ്മയുടെ മുമ്പിൽ, അവൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ, സകലരുടെയും മുമ്പിൽ അങ്ങനെ ഉയർത്തി പച്ചയ്ക്ക് അങ്ങനെ നാട്ടിയേക്കുമായിരുന്നു. ഞാൻ പറയും, അതായിരുന്നു അവൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന. അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ വേദന ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അപസ്മാരത്തിന് വേണ്ടി ചികിത്സകൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് വൈദ്യം ആരംഭിച്ചു. ഡൈലാൻഡിൻ എന്ന പേരുള്ളൊരു ഗുളിക കഴിച്ചതിൻ്റെ ഫലമായി എൻ്റെ സംസാരശേഷി എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ എന്ത് പറഞ്ഞാലും തിരിയാതെയായി തുടങ്ങി. ഞാൻ നന്നായി പദ്യം ആലപിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പദ്യമൊക്കെ എന്നെ കൊണ്ടാണ് പാടിക്കാറുള്ളത്.
എൻ്റെ സംസാരം തെളിയുന്നില്ല എന്ന് എനിക്ക് മാത്രം മനസ്സിലാകാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ അധ്യാപകര് പദ്യം ആലപിക്കുമ്പോൾ തെളിച്ചു പാട് എന്ന് പറഞ്ഞ് എന്നെ നോക്കി ഭീഷണിപ്പെടുത്തുകയും എൻ്റെ ചുണ്ടുകളിൽ ഇങ്ങനെ ഞൊട്ടി വെച്ച് തെളിച്ചു പറ എന്ന് പറയുമ്പോൾ തെളിച്ചു പറയാൻ പറ്റാതെ ഇനി എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് ഭയപ്പെട്ട് ഹൃദയം വരച്ചു നിന്നിരുന്ന ഒരു ബാല്യകാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഇനിയും തെളിച്ചു പറയാൻ പറയുമ്പോൾ നാവ് വഴങ്ങാതെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു നിന്ന ഒരു ബാല്യകാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വേദനകളിൽ നിന്ന് വേദനകളിലേക്കുള്ള സഞ്ചാരമായിരുന്നു. അങ്ങനെ അപസ്മാരത്തിന് വേണ്ടി മലയാളം വൈദ്യം പയറ്റി നോക്കി. നസ്യം എന്ന് പറയുന്നൊരു ചികിത്സാ രീതി, അത് എണ്ണ ചൂടാക്കിയ എണ്ണ പ്ലാവിലെ കുമ്പിളിലാക്കി മൂക്കിലൂടെ ശിരസിലേക്ക് ഊതിക്കയറ്റുന്ന ഒരു അനുഭവമായിരുന്നു. 6 or 7 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിൽ എന്നെ മേശമേൽ പിടിച്ച് കിടത്തും. എൻ്റെ മാതാപിതാക്കൾ ചേർന്ന് കൈകളും കാലുകളും പിടിച്ചു വെക്കും. വൈദ്യരുടെ സഹായി എൻ്റെ തലയും പിടിച്ചു വെക്കും. വൈദ്യര് ഈ എണ്ണ അങ്ങോട്ട് മൂക്കിലേക്ക് ഊതി അങ്ങോട്ട് കയറ്റുമ്പോൾ തലയങ്ങോട്ട് പുകഞ്ഞു കയറുന്ന ഒരു അനുഭവമാണ്. ശ്വാസം മുട്ടുന്ന അനുഭവമാണ്. കണ്ണെല്ലാം ഇങ്ങനെ മിഴിഞ്ഞു വരുന്നത് എനിക്ക് തന്നെ അറിയാൻ സാധിക്കും. അങ്ങനെ എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആകപ്പാടെ ചലിപ്പിക്കാൻ സാധിക്കുന്നത് എൻ്റെ നെഞ്ച് മാത്രമാണ്. ഈ നെഞ്ച് മാത്രം മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ ഇട്ട് പെടഞ്ഞ് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പെടഞ്ഞ് കിടന്നിരുന്ന ഒരു ബാല്യ ജീവിത കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ചികിത്സകളെല്ലാം ചെയ്തെങ്കിലും ഒന്നിനും എന്നെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും എൻ്റെ അമ്മച്ചി പല ദേവാലയങ്ങളിലേക്കും എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കടന്നു ചെല്ലുമ്പോൾ അമ്മച്ചി പറയും, ഇത് പുതിയ പള്ളിയാണ്, 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചോ, 3ഉം കർത്താവ് നിനക്ക് ചെയ്തു തരുമെന്ന്. എത്രയോ ദേവാലയങ്ങളിൽ കയറി ചെന്നേച്ച് മുട്ടേ നിന്നേച്ച് ഞാനിങ്ങനെ 1, 2, 3 എന്ന് ഏറ്റേറ്റ് ചൊല്ലിക്കൊണ്ട് 3 കാര്യങ്ങൾ എത്രയോ ക്രൂശിത രൂപങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ കാലൊന്ന് സുഖമാക്കി തരണമേ. രണ്ടാമത്തെ കാര്യം, എൻ്റെ അപസ്മാരം, എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമാക്കുന്ന അപസ്മാരം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. മൂന്നാമത്തെ കാര്യം, എല്ലാ കുഞ്ഞുമക്കളും പ്രാർത്ഥിക്കുന്ന പോലെ പഠിക്കാനുള്ള ബുദ്ധി നൽകി എന്നെയും അനുഗ്രഹിക്കണമേ. എത്രയോ ക്രൂശിത രൂപങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും എന്നെ സുഖപ്പെടുത്തുവാൻ ആരുമുണ്ടായില്ല. എൻ്റെ വേദന കാണുവാൻ ആരുമുണ്ടായില്ല. ഞാൻ അങ്ങനെ വേദനയിൽ നിന്ന് വേദനയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അറിയാൻ സാധിച്ചത്, ചങ്ങനാശ്ശേരിയടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജൻ, അദ്ദേഹം ഇതുപോലുള്ള രോഗികളെ സർജറിയിലൂടെ, ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നു. അദ്ദേഹം പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. സർജറി ചെയ്തു. സർജറി ചെയ്താൽ 100% സുഖം പ്രാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ സർജറിക്ക് മുൻപായി വീണ്ടും 3 മാസത്തോളം ട്രാക്ഷനിൽ കിടക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ട്രാക്ഷനിൽ വടിഞ്ഞു മുറുകുന്ന കാലിൻ്റെ വേദനയുമായി ഞാനങ്ങനെ കടന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കടന്നത്. കാരണം ഈ സർജറി കഴിഞ്ഞാൽ ഒരു പുതിയ കാലുമായി തിരിച്ചു വരുന്ന എന്നെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 3 മാസം തള്ളി നീക്കി സർജറിക്ക് വേണ്ടി കടന്നു ചെന്നു. 8.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു. 3 സർജറി ഒരുമിച്ചാണ് ചെയ്തത്. സർജറി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ തലക്കൽ എൻ്റെ അമ്മച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എൻ്റെ കാലിൽ സുഖമായോ? അമ്മച്ചി പറഞ്ഞു, അറിയത്തില്ല, നിന്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. 1.5 മാസം കഴിഞ്ഞാലേ പ്ലാസ്റ്റർ വെട്ടുകയുള്ളൂ. അപ്പോൾ മാത്രമേ സുഖമായോ ഇല്ലയോ എന്ന് നമുക്കറിയത്തുള്ളൂ. നീ വിഷമിക്കണ്ട, ദൈവം ചതിക്കില്ല, സുഖമായി കാണും എന്ന് അമ്മച്ചി പറഞ്ഞു. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ദൈവം ചതിക്കില്ല, സുഖമായി കാണും, സുഖമായി കാണും, സുഖമായി കാണുമെന്ന് പല പ്രാവശ്യം ഞാൻ മനസ്സിൽ അങ്ങനെ ഉരുവിട്ട് അങ്ങനെ 1.5 മാസം തള്ളി നീക്കി. അതിനുശേഷം എന്നെ പ്ലാസ്റ്റർ വെട്ടുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. ഡോക്ടർ വന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ കാല് സുഖമായോ? ഡോക്ടർ പറഞ്ഞു, പ്ലാസ്റ്റർ വെട്ടി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, ഇത് സുഖമായിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു, സ്റ്റിച്ച് എടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കാലിൽ നിന്നും 280 സ്റ്റിച്ചുകൾ ഒന്നൊന്നായി വലിച്ചു പറിച്ചെടുത്തു. ഞാൻ ചോദിച്ചു, ഇത് ശരിയായിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ചെക്കപ്പിനെടുത്ത് നോക്കണം. ചെക്കപ്പിനെടുത്ത് നോക്കിയേച്ച് അദ്ദേഹം എന്നോട് പറയുകയാണ്, നിന്റെ കാലുകൾ പൂർണ്ണമായും സുഖപ്പെട്ടിട്ടില്ല.
ഞാൻ അവിടെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സ്ട്രെച്ചറിൽ ഉന്തിക്കൊണ്ടുപോയി മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ വന്നു എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. ഞാൻ ചില വ്യായാമ മുറകൾ ഇനിയും പറഞ്ഞു തരാം, അത് നീ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിന്റെ കാല് ഇനിയും സുഖപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഡോക്ടറുടെ വാക്ക് കേട്ട് വേദനിപ്പിക്കുന്ന ഒത്തിരി വ്യായാമ മുറകൾ വീണ്ടും വീണ്ടും ചെയ്യുവാൻ ഞാൻ തയ്യാറായി. പക്ഷേ ആ സർജറി കൊണ്ട് എനിക്കൊരു ഉപകാരവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം എൻ്റെ ഇടത്തെ കാൽമുട്ട് മടക്കാൻ സാധിക്കാതെയായി. പലപ്പോഴും ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ അനാഫറയുടെ സമയത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി എന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ മാത്രം അങ്ങനെ നോക്കുകുത്തിയെ പോലെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. അതൊരു വല്ലാത്ത നിപ്പ. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയത്തില്ല. അതൊരു വല്ലാത്ത നിപ്പ. അങ്ങനെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ദേവാലയത്തിൽ നിന്നും പതുക്കെ പുറകിലേക്ക് വന്നു തുടങ്ങി. പുറകിലേക്ക് വന്ന് പിന്നീട് ഞാൻ ആനവാതിലിൻ്റെ അവിടെയായി, പിന്നീട് പോർട്ടിക്കോയിലായി, പിന്നീട് ദേവാലയത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ലാത്തവനായി തീർന്നു. ഈ കാലഘട്ടത്തിലാണ് ഹൈസ്കൂൾ തലങ്ങളിലേക്ക് പഠിക്കുവാനായി പുതിയ ഒരു സ്കൂളിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ പ്രവർത്തനമെല്ലാം ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തനങ്ങളെല്ലാം കൂടിയായി സമരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കൂടി കടന്നു വന്നു. 9ാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിനേഷൻ വരെ നന്നായി പഠിച്ചിരുന്ന ഞാൻ 10ാം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായി എന്ന് മാത്രം. ഞാനങ്ങനെ മനസ്സിലാഗ്രഹിച്ചു, ദൈവമേ, എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുവാണെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു പരിപാടിയുമില്ല, പഠനം മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് പ്രീ ഡിഗ്രിക്ക് തൃശ്ശൂരുള്ള ഒരു ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അവിടെ കടന്നു ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ കടന്നു വന്നത് റാഗിങ് നടത്തുന്ന ചില സഹോദരങ്ങളാണ്. വലിയ റാഗിങ് ഒന്നുമില്ല, പക്ഷെ അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: കോളേജിൻ്റെ ഗ്രൗണ്ടിലൂടെ മുട്ടുകുത്തി നടക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. എല്ലാവരും അത് തയ്യാറായി. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മുട്ട് മടങ്ങുകയില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, ഞാനൊരു വികലാംഗനാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പം, നിന്റെ മുട്ട് മടങ്ങുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെന്നെ മണ്ണിലേക്ക് തള്ളിയിട്ടു. അവരെന്നെ പുറകുന്ന ചവിട്ടിയും ഉന്തിയും നടക്കടാ എന്ന് പറഞ്ഞ് എന്നെ മുട്ടിൽ മാത്രം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കൈ കൂടെ കുത്തി അങ്ങനെ നാൽക്കാലികൾ നടക്കുന്ന പോലെ ഞാനങ്ങനെ നടന്നു. കരഞ്ഞുകൊണ്ട് കണ്ണീർ തുള്ളികൾ ഇങ്ങനെ മണ്ണിൽ വീഴുന്നത്, അതിൻ്റെ മണവും അതിൻ്റെ പുകയും വരെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. എന്നെ നടത്തിച്ച 6 പേരുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. പിന്നീട് അവരോട് പകവീട്ടലായി, അടിയായി, ബഹളങ്ങളായി, പ്രശ്നങ്ങളായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ ആ പ്രീ ഡിഗ്രിയുടെ അവസാനത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി: ഞാൻ പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയി. എൻ്റെ സഹോദരി, ഏക സഹോദരി, അവൾ മെഡിസിന് പഠിക്കുന്നു. എൻ്റെ കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും ഭൂരിഭാഗം പേരും ഒന്നല്ലെങ്കിൽ മെഡിസിന് പഠിക്കുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി തോറ്റവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധിയൊക്കെ കഷ്ടമായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് തോറ്റുപോയ പ്രീ ഡിഗ്രി എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ട്യൂട്ടോറിയൽ കോളേജിലേക്ക് കടന്നു ചെന്നത്. അവിടെ ആരും അംഗീകരിക്കാത്ത എന്നെ അംഗീകരിക്കുവാനും, ഞാൻ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ ആഞ്ഞാഞ്ഞ് വിളിക്കുവാനും, ഞാൻ എഴുതി കൊടുക്കുന്ന ലേഖനങ്ങൾ പേരില്ലാത്ത മാസികയിൽ അച്ചടിപ്പിച്ച് കൊണ്ടുവരാനും വേണ്ടി കാത്തു വന്നിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അത് നക്സൽ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു. ഞാൻ അങ്ങനെ അവിടെ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഗാങ്ങിനെ നയിക്കുന്ന ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചു. എനിക്ക് കീഴെ 6 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ദൗത്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലാലയങ്ങൾ തോറും കയറിയിറങ്ങി സകല ഇടത്തും പോയി ദൈവം എന്ന ഒരു പ്രതിഭാസം ഇല്ല എന്ന് 8 തിയറികളിലൂടെ 8 മിനിറ്റിനുള്ളിൽ തെളിയിക്കുക എന്നതായിരുന്നു എനിക്ക് കിട്ടിയ ദൗത്യം. ഞാൻ അങ്ങനെ എല്ലാ കലാലയങ്ങൾ തോറും കയറിയിറങ്ങി ദൈവം എന്ന ഒരു പ്രതിഭാസം ഇല്ല എന്ന് പ്രസംഗിച്ചു നടക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി എൻ്റെ ഇടവകയിലേക്ക്, അന്ന് ഞങ്ങൾ തൃശ്ശൂരായിരുന്നു, ആ ഇടവകയിലേക്ക് ഒരു കരിസ്മാറ്റിക് ധ്യാനം കടന്നു വരുന്നത്. ധ്യാനത്തിനൊന്നും ഞാൻ പോയില്ല. എന്നാൽ എൻ്റെ അപ്പച്ചൻ ധ്യാനിപ്പിക്കുന്ന ബ്രദർമാരെ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ, രാത്രി 11 മണിയോളം ആയപ്പോൾ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആ ധ്യാനിപ്പിക്കുന്ന ബ്രദർ എന്നെ നോക്കി, മോനെ, നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ആ കാലഘട്ടത്തിൽ എന്നെ ആരെങ്കിലുമൊക്കെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് കുറേ കാലം ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചപ്പം എനിക്ക് ആ മനുഷ്യനോട് എന്തോ ഒരു സ്നേഹം തോന്നി.
ഞാൻ സുഖമാണ് എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നപ്പം എന്നെ പുറകിലൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് അകത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നിരുന്നു. 4 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവരെൻ്റെ ചുറ്റുമിരുന്ന് രാത്രി 11 മണി മുതൽ അവരിങ്ങനെ എന്നോട് വചനം പറയാൻ തുടങ്ങി. മാറി മാറി പറയുകയാണ്. ഞാൻ നോക്കുമ്പോൾ പുലർച്ചെ 4 മണിയായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പോകാൻ വന്നവരല്ല, ഞങ്ങളുടെ ഈ ഇടവകയിലെ ധ്യാനം കഴിഞ്ഞു, അത് നീ കൂടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത ധ്യാനം വാടാനപ്പള്ളി അടുത്ത് കാഞ്ഞാണി എന്ന് പറയുന്ന ഇടവകയിലാണ്. ആ ഇടവകയിലേക്ക് ധ്യാനം കൂടാൻ നീ വരാമെന്ന് സമ്മതിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പരിപാടിയില്ല. ഞാൻ പറഞ്ഞു, കാഞ്ഞാണിക്ക് കാഞ്ഞാണി, എങ്ങോട്ട് വേണമെങ്കിലും വരാം, പക്ഷെ ഇപ്പം നിങ്ങളൊന്ന് പോ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എഴുന്നേറ്റ് പറഞ്ഞു, ഇനി പേടിക്കണ്ട, ഇവൻ വാക്ക് പറഞ്ഞ വാക്കാണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാക്കി ബ്രദേഴ്സ് എല്ലാവരും ചേർന്ന് രാത്രി അവിടെ നിന്ന് പോയി. പിന്നെ ഒരു ദിവസം ഞാൻ കാലത്ത് എഴുന്നേറ്റ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഒരു പുസ്തകം എടുത്ത് പോക്കറ്റിലിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല, നമ്മൾ ധ്യാനിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നെ നിർബന്ധപൂർവ്വം അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി. അങ്ങനെ കാറിൽ കയറ്റി എന്നെ കൊണ്ടുപോയി കാഞ്ഞാണി പള്ളി ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കാർ നിർത്തിയേച്ച് അപ്പച്ചൻ പറഞ്ഞു, ഇറങ്ങടാ, പള്ളി കയറടാ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം കൂടി ഞാനങ്ങനെ പള്ളിയിലേക്ക് പതുക്കെ കയറി ചെന്നു. അവിടെ ധ്യാനിക്കുന്നവരെ അവരുടെ ഏറ്റവും പുറകിൽ അപ്പച്ചന്മാർക്കിരിക്കാൻ വേണ്ടി ബെഞ്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ബെഞ്ചിൽ അവരുടെ കൂടെ ഞാനും പോയിരുന്നു. കാരണമുണ്ട്, എൻ്റെ കാലിൻ്റെ മുട്ടൊന്നും മടങ്ങുകയില്ല. അതുകൊണ്ട് മുൻപിൽ പോയി ഞാൻ ഈ അമ്മച്ചിമാർ കാലും നീട്ടിയിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു വേദനയിലാണ് ഞാൻ ഏറ്റവും പുറകിൽ പോയി ഇരുന്നത്. അവിടെ ഒരു ദിവസം മുഴുവൻ ഞാനിരുന്ന് ഉറങ്ങി. എനിക്ക് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ നിർബന്ധപൂർവ്വം വേദനയോടുകൂടി എന്നോട് പറഞ്ഞു, ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേട്ടുകൂടെ, നിനക്കൊന്ന് വന്നുകൂടെ? ഞാൻ വരാമെന്ന് പറഞ്ഞു. ധ്യാനിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അന്നേ ദിവസം ഞാനൊരു അനുഭവ സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു ചുമട്ടുതൊഴിലാളി യൂണിയനിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം. അദ്ദേഹം പറയുവാണ്, അദ്ദേഹം ഒരു ശുദ്ധ വ്യഭിചാരിയായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യഭിചാര കഥകൾ ഇങ്ങനെ ഒന്നൊന്നായി വിവരിക്കുകയാണ്. അവസാനം അദ്ദേഹം പറയുകയാണ്, ആദ്യ രാത്രിയിൽ പോലും ഈ മനുഷ്യൻ വ്യഭിചരിക്കാൻ പോയി എന്ന്. ഇതെല്ലാം കൂടി കേട്ടപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, ഈ വൃത്തികെട്ടവനേക്കാൾ ഭേദം ഞാനാണല്ലോ, പിന്നെ ഞാനിവിടെ ഇരുന്ന് ഇയാളെ കേൾക്കുന്നത് എന്തിനാണെന്ന് എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി. എൻ്റെ അപ്പുറത്തൊരു അപ്പച്ചൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അപ്പച്ചനെ നോക്കി വെച്ച് ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ ചോദിച്ചു, യവനെയൊക്കെ ആരാ ഈ ആൾക്കാരെ പിടിച്ച് കയറ്റി നിർത്തിയേക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ അപ്പച്ചനോട് പറഞ്ഞു, മിണ്ടരുത്, കേൾക്കടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഇയാളെ കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ അവിടെ തലയും താഴ്ത്തിയിരുന്നു. എനിക്ക് അയാളെ കാണാൻ ഇഷ്ടമില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമെല്ലാം കഴിഞ്ഞു, ക്ലാസ്സും കഴിഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞാൻ തല ഉയർത്തി നോക്കി, ഒരു പാട്ടും കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സൈഡിലുള്ള വാതിലിലൂടെ ഒരു സഹോദരൻ കടന്നു വന്നേച്ച്, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഈ പരിപാടി മൊത്തം ഒരടവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഒന്ന് പൊളിച്ചടുക്കണം എന്ന ചിന്താഗതിയിൽ ഞാൻ പറഞ്ഞു, ഞാനുണ്ട്, കൗൺസിലിങ്ങിനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറകെ ഓടിച്ചെന്നു. ഒരു പൊത്തുപോലൊരു മുറി കാണിച്ചു തന്നു. അതിനകത്തേക്ക് കയറിക്കോ, അതിനകത്താണ് നിന്റെ കൗൺസിലർ നിന്നെയും കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ മുറിക്കകത്ത് കയറി നോക്കുമ്പം എൻ്റെ കൗൺസിലർ ആരാണെന്ന് അറിയണ്ടേ? ആദ്യ രാത്രി വ്യഭിചരിക്കാൻ പോയ ആള്. ഇത് കണ്ടതോടുകൂടി ഈ കൗൺസിലിംഗ് ഏതാണ്ട് എവിടം വരെ എത്തുമെന്ന് എനിക്കൊരു ബോധ്യമായി. അദ്ദേഹം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ ചിന്ത, എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് ബോധം കെടുത്തി കളയുമോ എന്നാണ് എൻ്റെ ചിന്ത. എനിക്കന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹം എപ്പോഴാണ് എന്നെ ബോധം കെടുത്തുന്നത് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് വല്ലതും കാണിച്ച് ബോധം കെടുത്തുവോ, അതോ എന്തെങ്കിലും പറഞ്ഞ് ബോധം കെടുത്തുവോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് വെള്ളത്തെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, പ്രീ ഡിഗ്രി തോറ്റതിന് ശേഷം എനിക്ക് എല്ലാവരെയും പേടിയാണ്. ആകപ്പാടെ പേടിയില്ലാത്തൊരു സാധനമേ ഉള്ളൂ, വെള്ളം. അതാണ് ഞാൻ കുടിക്കുന്നതും കുളിക്കുന്നതും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചേച്ച് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നീ ഒരു വെള്ളച്ചാട്ടത്തിൽ ഒഴുകിപ്പോകുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഷോളയാർ വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഒഴുകിപ്പോയ ദൃശ്യം എൻ്റെ കണ്ണുകളിൽ ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങി. കണ്ണടച്ചാലും കാണും, കണ്ണു തുറന്നാലും കാണും. എന്ത് ചെയ്താലും ഈ കാഴ്ച തന്നെ നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം
ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാനും പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നീ ഒരു നിരീശ്വര പ്രസ്ഥാനത്തിലല്ലേ പ്രവർത്തിക്കുന്നത്? അപ്പൊ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ തലയിൽ കയറുമല്ലോ എന്ന് കണക്കാക്കി ഞാനൊരു നുണ പറയാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ, എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി കുറച്ചു നേരം ഇരുന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ചേച്ച് ഞാൻ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ പേരും എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന 6 ആൺകുട്ടികളുടെ പേരും എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയുടെ പേരും ഒന്നൊന്നായി വെളിപ്പെടുത്താൻ തുടങ്ങി. ഇവരൊക്കെയല്ലേ നിന്റെ കൂടെ പ്രവർത്തിക്കുന്നത്? ഇത് കേട്ടപ്പം എനിക്ക് പേടിയാകാൻ തുടങ്ങി. കാരണം എന്നെ ആരോ കാണുന്നുണ്ടല്ലോ, എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ എനിക്ക് പേടിയാകാൻ തുടങ്ങി. നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇതാ നീ ഒരു മാവിന്റെ ചോട്ടിൽ പോയി നിന്ന് കല്ലെടുത്തെറിഞ്ഞ് എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും കർത്താവ് കേട്ടിട്ടുണ്ടായിരുന്നുവെന്ന് നിന്നോട് പറയുവാൻ എന്നോട് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ആരും കേൾക്കാനില്ലല്ലോ എന്ന് കണക്കാക്കി 5 or 6 വയസ്സ് പ്രായമുള്ള സമയത്ത് മാവിന്റെ ചോട്ടിൽ പോയി നിന്ന് ആരെങ്കിലും കേൾക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞ് കരഞ്ഞ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ വീണ്ടും പറയുകയാണ്, ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ പോയി നിന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനയും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുവെന്ന് നിന്നോട് പറയുവാൻ എന്നോട് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പം എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, 1ാമത്തെ പ്രാർത്ഥന കാല് സുഖപ്പെടുത്തരണമേ. ഞാൻ മനസ്സിൽ പറഞ്ഞു, അതെന്റെ കാല് കണ്ട അറിഞ്ഞൂടെ. 2ാമത്തെ പ്രാർത്ഥന അപസ്മാരം സുഖപ്പെടുത്തണമേ. ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 3ാമത്തെ പ്രാർത്ഥന പഠിക്കാൻ ബുദ്ധി നൽകണമേ. ഈ 3 പ്രാർത്ഥനയും കർത്താവ് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് നിന്നോട് പറയുവാൻ എന്നോട് കൽപ്പിക്കുന്നു. ഇതുകൂടി കേട്ടപ്പം ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മുടിയെല്ലാം വലിച്ചു പറിച്ച് അവിടെ ഇരുന്ന് അങ്ങോട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ദൈവദൂഷകനാകുമായിരുന്നില്ലല്ലോ. ഞാൻ സുഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നീ എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവത്തില്ലായിരുന്നല്ലോ. എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് നിലവിളിച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഞാൻ കരയുന്നതിനിടയിലൂടെ ഒരു ചെറിയ ശബ്ദത്തിലൂടെ ഇദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ആര് എനിക്കായി പോകും? ഞാൻ പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക അനുഭവത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം, എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും പറയാം, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, തെറ്റ് പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം, എന്ത് വേണമെങ്കിലും പറയാമെന്ന് ഞാൻ അവിടുന്ന് വിളിച്ചു പറയുകയായിരുന്നു. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തര അനുഭവത്തിലേക്ക് വരികയായിരുന്നു. ഈ അനുഭവത്തിന് ശേഷം വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും 3 ദിവസത്തേക്ക് വാ തുറക്കാൻ പറ്റിയല്ലായിരുന്നു. കാരണം വാ തുറന്നാൽ ഞാൻ കരഞ്ഞു പോകുന്ന ഒരു പ്രത്യേക അനുഭവത്തിലായിരുന്നു. 3 ദിവസം ഞാൻ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു നനുനനുത്ത ശബ്ദം എൻ്റെ കാതുകളിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ അപസ്മാര രോഗം എന്നേക്കുമായി പരിപൂർണമായി ഞാൻ എടുത്തു നീക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് പിന്നീട് എനിക്ക് അപസ്മാരത്തിന്റെ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ധ്യാനിപ്പിച്ച ബ്രദർ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞു, നിന്റെ വീടിന്റെ അയൽവക്കത്തുള്ള ഒരു ഇടവകയിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്താൻ വരുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ നീയും വരണം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരമാണിത്. പക്ഷേ എനിക്കൊരു വചനം പോലും അറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ധ്യാനത്തിന് പോയപ്പം അവിടെ പാട്ടുപുസ്തകം വിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പണി ചെയ്യാം എന്ന് കണക്കാക്കി ഞാനങ്ങനെ ഓടിച്ചെന്നു. അവിടെ ചെന്ന് പാട്ടുപുസ്തകമെല്ലാം നല്ല നട്ടപ്പറ വെയിൽ നോക്കി അവിടെ കൊണ്ടുവന്ന് ഡെസ്ക് ഇട്ട് അതിൻ്റെ മുകളിലിരുന്ന് ഞാൻ കച്ചവടം തുടങ്ങി. എൻ്റെ പാപങ്ങൾക്ക് അങ്ങനെ ഒരു പരിഹാരമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ വെയിലത്തിരുന്ന് കച്ചവടം തുടങ്ങിയത്. അങ്ങനെ 1ാം ദിവസം കടന്നുപോയി. 2ാം ദിവസം ഞാനിങ്ങനെ ഒരു പുരോഹിതന്റെ പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉഗ്രം പ്രഘോഷണമാണ്. ഞാൻ തരിച്ചിരിക്കുകയാണ്. അങ്ങനെ തരിച്ചിരിക്കുന്ന സമയത്ത് ഈ ബ്രദർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നീ എടുത്തോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനോ? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഈ പ്രസംഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറെ ക്ലാസ്സിൽ കയറി 10, 50, 60 പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതേ ഉള്ളൂ.
എനിക്ക് ദൈവം ഉണ്ട് എന്നല്ല ഞാൻ പ്രസംഗിച്ചിരുന്നത്, ദൈവം ഇല്ല എന്നായിരുന്നു. ഒരു വചനം പോലും എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ വീട്ടിലോട്ട് പോകും എന്ന് ഞാനും പറഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു, നീ വീട്ടിലോട്ടല്ല, ദേവാലയത്തിൽ അരുളിക്കയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഓടിച്ചെന്ന് ഈശോയുടെ മുമ്പിൽ ചെന്ന് അപ്പത്തിന് രൂപത്തിലുള്ള ഈശോയുടെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു, എന്നെ അയക്കരുത്, എനിക്ക് പേടിയായിട്ട് പാടില്ല. 12,000 പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല. 12,000 പേരുടെ കൺവെൻഷനാണിത്, എൻ്റെ അയൽപക്കത്തുള്ള ഇടവകയുമാണ്, എന്നെ അയക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ഹൃദയത്തിലേക്ക് എന്തൊക്കെയോ ഇങ്ങനെ വന്ന് നിറയാൻ തുടങ്ങി. നിറഞ്ഞ് ഞാൻ ഏതാണ്ട് ഈ ഗർഭിണികളുടെ കൂട്ടായി. അവർക്ക് പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല എന്ന് പറയുന്ന കൂട്ട് എനിക്ക് പിന്നെ പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നുള്ളൊരവസ്ഥയായി. എന്തൊക്കെയോ പറയണമെന്ന് ഞാനിങ്ങനെ കണക്കാക്കി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ബ്രദർ വന്ന് എന്നോട് ചോദിച്ചു, ഇപ്പോൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞത്, പാട്ടുകാരൻ്റെ പാട്ട് കഴിഞ്ഞാൽ നീ കയറി പറഞ്ഞോളാൻ പറഞ്ഞു. പാട്ട് കഴിഞ്ഞു, ഞാൻ ആ സ്റ്റേജിലോട്ട് കയറി ചെന്നു. ആദ്യമായി അവിടെ ഇരുന്ന മൈക്കെടുത്ത് കൈ പിടിച്ചു. ആദ്യം ധ്യാനം കൂടാൻ പോയപ്പോൾ ആ ബ്രദർമാർ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പം ആ 12,000 പേരും ചേർന്ന് ഒരു കിടിലൻ പ്രൈസ് ദി ലോർഡ് ഇങ്ങാട്ട് അവരിതങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പെട്ടെന്ന് ഞാനൊരു വചനം എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ കാണുകയാണ്. യേശയ്യ 54:10. ഇതേതാ വചനം എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ അപമാനിക്കപ്പെടാൻ വന്നതാണ്, കർത്താവിന്റെ നാമത്തെ പ്രതി അപമാനിക്കപ്പെടാൻ വന്നതാണ്, കർത്താവിനെ അപമാനിച്ചവനാണ് ഞാൻ, അതിന്റെ പരിഹാരമായി അപമാനിക്കപ്പെടാൻ വന്നതാണ്, അപമാനിക്കപ്പെട്ടോട്ടെ, പറഞ്ഞു കളയാമെന്ന് തീരുമാനിച്ച് ഞാൻ അവിടെ പറഞ്ഞു, യേശയ്യ 54:10 ഇങ്ങനെ പറയുന്നു. എങ്ങനെ പറയുന്നു എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇത് പറഞ്ഞ ആ നിമിഷം തൊട്ട് എൻ്റെ വായിലൂടെ ഞാൻ ആ വചനം സംസാരിക്കാൻ തുടങ്ങി. അന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആ വചനം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ അങ്ങോട്ടൊരു 40 മിനിറ്റ് നേരം എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും കിട്ടാതെയായി. അപ്പം ഞാൻ മൈക്ക് എടുത്തേച്ച് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേച്ച് അവിടെ വെച്ചിട്ട് തിരിച്ചു പോന്നു. തിരിച്ചിങ്ങോട്ട് പോരുമ്പം എന്നെ കയറ്റിവിട്ട ബ്രദർ ഓടി വന്നേച്ച് എന്നോട് ചോദിച്ചു, മോനെ നീ ഇവിടെ പ്രസംഗിച്ചപ്പം ഇവിടെ എന്താ നടന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, എന്താ പറഞ്ഞത് പോലും എനിക്കറിയത്തില്ല. പിന്നെയാണ് നടന്ന കാര്യം. അപ്പൊ ബ്രദർ പറഞ്ഞു, അതെ, 3 തളർവാദ രോഗികൾ സുഖം പ്രാപിച്ച് നിന്നെ കാണാൻ വേണ്ടി താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവേ, ഇങ്ങനെ വല്ലതൊക്കെ വിളിച്ചു പറയുമ്പം ആരെങ്കിലുമൊക്കെ സുഖം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ദൈവമേ, ഞാനായിരുന്നു സുഖം പ്രാപിച്ചിരുന്നെങ്കിൽ എൻ്റെ അമ്മച്ചി എത്രത്തോളം സന്തോഷിക്കുമായിരുന്നു. അതുപോലെ ഇവർക്ക് വേണ്ടി സന്തോഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. കർത്താവേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ സുഖം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ഈ പണി ഞാൻ ചെയ്തോളാം കർത്താവേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് 22ഓളം വർഷമായിട്ട് ദൈവത്തിന് സുവിശേഷം ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും തന്നെ കർത്താവ് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി എന്നെ കൊണ്ടു നടന്നു, എൻ്റെ കൈ പിടിച്ച് നടന്നു, എന്നോട് ചേർന്ന് നടന്നു. വേദനകളുടെ മധ്യത്തിൽ നിന്നും കർത്താവിനെ വിളിച്ചപ്പോൾ ഓരോ വേദനകളുടെ ഉള്ളിൽ നിന്നും കർത്താവ് എന്നെ ജീവിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇത് വചനം പഠിപ്പിക്കുന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20 വാക്യങ്ങളിലൂടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പാടും ദുരിതങ്ങളും കർത്താവിന്റെ ജീവിതത്തിലേക്ക് നൽകിയെങ്കിൽ പോലും അവിടുന്ന് ആവശ്യ സന്ദർഭം വന്നപ്പോൾ മറഞ്ഞിരുന്നില്ല. കൃത്യസമയങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു, അവിടുന്ന് തന്നെ കൈപിടിച്ച് നയിക്കുകയും ചെയ്തു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ ഓരോ വേദനകളും ഓരോ തകർച്ചകളും അവിടുന്ന് എന്നെ ഉരുക്കി വാർക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന്
അവിടുന്ന് തൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ്റെ വചനങ്ങൾ എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു തരികയായിരുന്നു. ഹൃദയം തുറക്കാം. ഇന്ന് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ കണ്ണീരൊഴുക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, മാവിന്മേലേക്ക് കല്ലെറിഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പല രൂപങ്ങൾക്ക് മുമ്പിൽ നിന്നും നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും പാഴായി പോയിട്ടില്ല, ഒന്നും പാഴായി പോയിട്ടില്ല. കർത്താവ് എവിടെയെങ്കിലും വെച്ച് നീ അകപ്പെട്ടു പോകുമ്പോൾ ഇതിന്റെ ഉത്തരം കൃത്യസമയത്ത്, രക്ഷാ നിമിഷത്തിൽ, രക്ഷാ ദിനത്തിൽ, രക്ഷയുടെ ദിനത്തിൽ കർത്താവ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഓരോ ദുഃഖങ്ങളിലേക്കും തകർച്ചകളിലേക്കും ഏറ്റെടുത്ത പരിഹാസങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും വേദനകളിലേക്കും നമുക്ക് കർത്താവിനെ വിളിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ ഹൃദയം തകർന്നാണ് വിളിക്കുന്നത്. ഇതാ അവിടുന്ന് സങ്കീർത്തന പുസ്തകങ്ങളിലൂടെ 119 അധ്യായം 71 വാക്യത്തിലൂടെ അരുളി ചെയ്യുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളിലൂടെ അവിടുന്ന് എന്നെ വാർത്തെടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എൻ്റെ കഷ്ടപ്പാടുകൾ അവിടുന്ന് നൽകിയ സമ്മാനങ്ങളത്രേ. എൻ്റെ ദുരിതങ്ങൾ അവിടുന്ന് എനിക്ക് സ്നേഹത്തിൽ ഒട്ടിച്ചേർത്ത് വെച്ച് തന്ന വലിയ സമ്മാനങ്ങളത്രേ. കഷ്ടതകളിലൂടെ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ കഷ്ടപ്പാടുകളിലൂടെ നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ധീരരായ പടയാളികളാകട്ടെ, ധീരരായ പ്രഘോഷകരാകട്ടെ, ധീരരായ സാക്ഷികളായി തീരട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു.